Next, advantages to the consumers. Consumers എങ്ങനെയാണ് കോസ്റ്റ് ഓഡിറ്റ് advantages കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. First one, it helps in the fixation of prices. Cost audit, by increasing the efficiency and the production of the company, reduces the price of the product. It helps the consumers to get the goods at fair prices. Cost audit വഴി ഒരു കമ്പനിയുടെ എഫിഷ്യൻസി കൂട്ടാനും അതുവഴി അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടും സഹായിക്കും. അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്കിന് ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയും, റേറ്റ് ചെയ്യും. കാരണം കോസ്റ്റ് കുറയുമ്പോൾ അതനുസരിച്ചുള്ള പ്രോഫിറ്റൊക്കെ ആഡ് ചെയ്തിട്ട് ഒരുപാട് പ്രൈസൊന്നും ആ പ്രോഡക്റ്റിന് ആവത്തില്ല. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് ന്യായമായ വിലയ്ക്ക് ആ പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കാനും സാധിക്കും. Second, increase in the standard of living. Cost audit helps the consumers in increasing their standard of living by bringing a stability in the prices of the product. പ്രോഡക്റ്റിൻ്റെ വിലയിൽ ഒരു സ്റ്റെബിലിറ്റി, അതായത് ഒരുപാട് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസസ് ഒന്നും അല്ലാണ്ട് വരും ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഡിറ്റൊക്കെ കൃത്യമായിട്ട് നടത്തുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ. കാരണം കോസ്റ്റ് ഓഡിറ്റ് ഒക്കെ ഉള്ളൊരു കമ്പനിയാണെങ്കിൽ അവരുടെ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റൊക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ തൊട്ട് മുന്നത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞായിരുന്നു, കമ്പനിയുടെ എഫിഷ്യൻസി കൂട്ടാനും പ്രൊഡക്ഷൻ കൂട്ടാനും ഒക്കെ സാധിക്കുമെന്ന്. അങ്ങനെ വരുമ്പോൾ പ്രൈസൊന്നും അധികമൊന്നും വേരിയേഷൻ ഉണ്ടാകത്തില്ല. അതുവഴി നമുക്ക് നല്ലൊരു ജീവിത നിലവാരമൊക്കെ കൺസ്യൂമേഴ്സിന് ഉറപ്പാക്കാൻ സാധിക്കും. Uninterrupted production helps in providing a regular supply of goods to consumers. അതുപോലെ തന്നെ തടസ്സം കൂടാതെയുള്ള പ്രൊഡക്ഷൻ നടത്തുന്നത് വഴി കൃത്യമായിട്ട് ഗുഡ്സ് കൺസ്യൂമേഴ്സിന് അവൈലബിൾ ആക്കാനായിട്ടും ഉറപ്പുവരുത്താൻ പറ്റും. നെക്സ്റ്റ്, ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് എങ്ങനെയാണ് കോസ്റ്റ് ഓഡിറ്റ് ഹെൽപ്ഫുൾ ആവുന്നത് നോക്കാം. ഗീവ്സ് ഗൈഡ് ലൈൻസ് ടു ഗവൺമെൻറ്. Cost audit gives guidelines to the government to improve working of uneconomic industrial units from time to time. ലാഭകരമല്ലാത്ത ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഓരോ സമയം അവർ വർക്ക് ചെയ്യുന്നത് അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഗവൺമെൻറ്റിന് കൊടുക്കാനായിട്ട് ഈ കോസ്റ്റ് ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഡിസൈഡ് എനി സബ്സിഡി ടു ബി ഗിവൺ ടു എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഫോർ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക്, വ്യവസായത്തിന് എന്തെങ്കിലും സബ്സിഡിയൊക്കെ കൊടുക്കണോ വേണ്ടയോ എന്ന് ഗവൺമെൻറ്റിന് തീരുമാനിക്കാനായിട്ടും ഈ പറഞ്ഞ കോസ്റ്റ് ഓഡിറ്റിൻ്റെ സഹായത്താലാണ് സാധിക്കുന്നത്. നെക്സ്റ്റ്, ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് ടാക്സ് ഓർ ഡ്യൂട്ടി. കോസ്റ്റ് ഓഡിറ്റ് പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് and other relevant information which may be helpful to the government in levying tax or duty on the cost of finished products. ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പരുവത്തിലായിരിക്കുന്ന പ്രോഡക്ട്സ്, അതിൻ്റെ മേലെ എന്തെങ്കിലും ടാക്സോ അല്ലെങ്കിൽ ഡ്യൂട്ടിയോ ഒക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് അതിന് വേണ്ട തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ നമുക്ക് ഈ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ മറ്റ് ഇൻഫർമേഷൻസൊക്കെ കോസ്റ്റ് ഓഡിറ്റിൽ നിന്ന് ലഭിക്കുന്ന വഴിയാണ് നമുക്ക് സാധിക്കുന്നത്. നെക്സ്റ്റ്, ഹെൽപ്ഫുൾ ഇൻ സെറ്റിലിംഗ് ട്രേഡ് ഡിസ്പ്യൂട്ട്സ്. It is possible that correct cost data and profitability of each product are made available by cost accountants. കൃത്യമായ പ്രോഫിറ്റബിലിറ്റിയും അതുപോലെ തന്നെ കറക്റ്റ് കോസ്റ്റ് ഡേറ്റയൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ് നമുക്ക് അവൈലബിൾ ആക്കുന്നത്. ഇറ്റ് ഓൾസോ ഫെസിലിറ്റേറ്റ്സ് ദ സെറ്റിൽമെൻറ്റ് ഓഫ് ട്രേഡ് ഡിസ്പ്യൂട്ട്സ്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന ചില തർക്കങ്ങളും സമരങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്, ഈ ട്രേഡ് ഡിസ്പ്യൂട്ടൊക്കെ സെറ്റിൽ ചെയ്യാനായിട്ടും ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് താരിഫ് പ്രൊട്ടക്ഷൻ. കോസ്റ്റ് ഓഡിറ്റ് ഹെൽപ്സ് ദ താരിഫ് ബോർഡ് in deciding whether tariff protection is desirable to some particular industries or not. അതായത് കോസ്റ്റ് ഓഡിറ്റ് ഈ താരിഫ് ബോർഡിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താരിഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന് ഒരു വിലയിൽ കൂടുതൽ ഈടാക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു താരിഫ് ഫിക്സ് ചെയ്യുന്നവരാണ് ഈ താരിഫ് ബോർഡ്. ഒരു പ്രോഡക്റ്റിന് ഒരു വിലയിൽ കൂടുതൽ അതിന് ഈടാക്കാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ട് കൃത്യമായ ഇൻഫർമേഷനൊക്കെ ഈ കോസ്റ്റ് ഓഡിറ്റ്
കൊടുക്കും ഈ താരിഫ് ബോർഡിന്. അതുവഴി താരിഫ് ബോർഡിന് എന്തെങ്കിലും താരിഫ് പ്രൊട്ടക്ഷനൊക്കെ ആവശ്യമുള്ള ഏതെങ്കിലും ഇൻഡസ്ട്രീസ് ഉണ്ടോ, അതിനനുസരിച്ചുള്ള താരിഫൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് ഈ താരിഫ് ബോർഡിന് ഹെൽപ്പ് ചെയ്യുന്നതും ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഡിറ്റാണ്. ഹെൽപ്സ് ഇൻ ഫിക്സിംഗ് പ്രൈസസ്. Cost audit provides relevant information, facts and data to the government for fixing the prices of various commodities. മുമ്പ് പറഞ്ഞ താരിഫിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ചില പ്രോഡക്റ്റിനൊക്കെ ഗവൺമെൻറ്റിന് ഒരു പ്രൈസ് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനപ്പുറത്തോട്ടൊന്നും ഒരു കടക്കാർക്കും ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഈ MRP ഒക്കെ ഫിക്സ് ചെയ്യല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഈ ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഡിറ്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡേറ്റയും ഫാക്ട്സിൽ നിന്നൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത്. And helps in cost plus contract. In cost plus contract, by keeping a proper cost record, the cost audit can assist the government to decide the cost of work for fixing contract price. A cost plus contract. ഗവൺമെൻറ്റിന് ഒരു കോൺട്രാക്റ്റ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, കോൺട്രാക്റ്റ് വേണ്ടിയിട്ട് ഓരോരുത്തരെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്കിൻ്റെ കോസ്റ്റ് എത്രയാണെന്നുള്ളത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ കോസ്റ്റ് ഓഡിറ്റാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ കോസ്റ്റ് ഓഡിറ്റ് വഴി നമുക്ക് ലഭിക്കുന്ന കോസ്റ്റ് റെക്കോർഡ്സ്, കൃത്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്തേക്കുന്ന കോസ്റ്റ് റെക്കോർഡ്സിൻ്റെ ബേസിൽ ഗവൺമെൻറ്റിന് ഒരു വർക്കിൻ്റെ കോസ്റ്റ് എത്രയാകും എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അതുവഴി ഒരു കോസ്റ്റ്, ആ കോൺട്രാക്റ്റിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഗവൺമെൻറ്റിന് പറയാനും സാധിക്കും. ദെൻ ടു ദ സൊസൈറ്റിക്ക് എങ്ങനെയാണ് കോസ്റ്റ് ഓഡിറ്റ് ഹെൽപ്ഫുൾ ആവുന്നത് നോക്കാം. ഹെൽപ്സ് ഇൻ എക്കണോമിക് പ്രോഗ്രസ്. The economic progress and the industrial development of a country depends upon efficiency of the industrial units. ഒരു രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ ഇക്കണോമിക് പ്രോഗ്രസ്സിനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സിൻ്റെ എഫിഷ്യൻസിയാണ്. എത്രമാത്രം എഫിഷ്യൻ്റായിട്ടാണ് ഓരോ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും. കോസ്റ്റ് ഓഡിറ്റ് പ്രൊവൈഡ്സ് ഗൈഡ്ലൈൻസ് ടു ദ ഇൻഡസ്ട്രീസ് ഫോർ ഇംപ്രൂവിങ് ദ വർക്കിംഗ്. ഈ കോസ്റ്റ് ഓഡിറ്റ് ഓരോ വ്യവസായങ്ങൾക്ക് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ച് വേണ്ട സജഷൻസും ഗൈഡ് ലൈൻസും നിർദ്ദേശങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. Then makes goods available at fair price. Cost audit saves the consumers from exploitation by revealing them the actual cost of production and to know whether the market prices of the products are fair or not. ഈ കോസ്റ്റ് ഓഡിറ്റ് വഴി കൺസ്യൂമേഴ്സിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, അവരെ ഒരുപാട് എമൗണ്ട് ചാർജസ് ഈടാക്കി അവരെ ചൂഷണം ചെയ്യുന്നത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കോസ്റ്റ് ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്നുള്ളത് കോസ്റ്റ് ഓഡിറ്റർക്ക് അറിയാം. അവരത് പബ്ലിഷ് ചെയ്യും. അതുവഴി ഒരു പ്രോഡക്റ്റ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ന്യായമാണോ അല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. നെക്സ്റ്റ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. അടുത്തത് കോസ്റ്റ് ഓഡിറ്റിൻ്റെ എന്തൊക്കെയാണ് ദോഷങ്ങളെന്ന് നോക്കാം. ഇറ്റ് ഈസ് കൺസിഡർ ആസ് ആൻ എക്സ്പെൻസീവ് ലക്ഷറി ആസ് ആൻ അഡീഷണൽ കോസ്റ്റ് ഈസ് ടു ബി ഇൻകേർഡ് ഓൺ കോസ്റ്റ് ഓഡിറ്റ്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വർക്കാണ്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഈ കോസ്റ്റ് ഓഡിറ്റിന് വേണ്ടി സെപ്പറേറ്റ് കോസ്റ്റ്, അഡീഷണൽ കോസ്റ്റ് നമുക്ക് സഹിക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് എക്സ്പെൻസീവ് വർക്കാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കണ്ടക്ട് ഓഫ് കോസ്റ്റ് ഓഡിറ്റ് മേ ഡു harm to the interest of the company as secrecy in cost and the total real profits may not be maintained. ഈ കോസ്റ്റ് ഓഡിറ്റ് നടത്തുന്ന വഴി ഒരു കമ്പനിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അത് ദോഷം ചെയ്യും. കാരണം അവരുടെ കോസ്റ്റ് എത്രയാണെന്നുള്ളതും അതുപോലെ തന്നെ ആക്ച്വലായിട്ട് അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണെന്നുള്ളതും വളരെ സീക്രട്ടായിട്ട് വെക്കേണ്ട കാര്യമാണ്. അത് പബ്ലിഷായി പോകുന്നതാണ് ഈ കോസ്റ്റ് ഓഡിറ്റ് നടത്തുന്നത് വഴി. It leads to duplication of work because of large area of working of financial and cost accountants is common. ഒരു വർക്കിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ, 2 പ്രാവശ്യം സെയിം വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. കാരണം ഈ ഫിനാൻഷ്യൽ ഓഡിറ്റിൻ്റെയും കോസ്റ്റ് ഓഡിറ്റിൻ്റെയും
നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് സെയിം കാര്യങ്ങൾ തന്നെയാണ്, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. There is shortage of cost accountants in the country, and in many cases the duties of cost auditors are performed by financial auditors. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് കോസ്റ്റ് അക്കൗണ്ടൻസിന് ഭയങ്കര ഷോർട്ടേജാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റ് ഓഡിറ്റേഴ്സിൻ്റെ വർക്കും ഡ്യൂട്ടിയൊക്കെ മിക്കവാറും തന്നെ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഫിനാൻഷ്യൽ ഓഡിറ്റേഴ്സ് തന്നെയാണ് ചെയ്യുന്നത്. Often most of the accounts in the cost audit are already audited once by financial auditors. അതുതന്നെയാണ് നമ്മൾ തേർഡ് പോയിന്റിൽ പറഞ്ഞത്. കോസ്റ്റ് ഓഡിറ്റിൻ്റെ അക്കൗണ്ട്സ് തന്നെ മിക്കവാറും എല്ലാ അക്കൗണ്ട്സും തന്നെ ഓൾറെഡി ഫിനാൻഷ്യൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്തതായിരിക്കും. സോ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ആണ് കോസ്റ്റ് ഓഡിറ്റിന് ഉള്ളത്.